അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ വേണ്ടിന് 61 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പോകുന്നത്. മീൻസ് കൂടുക കുറയുക അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹകരിക്കുക. പിന്നെ അതിനൊപ്പം തന്നെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിലവിലത്തെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. അപ്പോൾ ഇത്തവണ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വായു, നമ്മുടെ എയറിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കും. നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ അതിന് ഉത്തരവിടും. ഓക്കെ, നമ്മുടെ അന്തരീക്ഷത്തിൽ ആർഗൻ്റെ അളവ്, ആർഗൻ്റെ ശതമാനം എത്രയാണ് എന്നതാണ്. ഇതിൽ ജയിക്കുന്നയാൾക്ക് നമ്മുടെ വക ഒരു ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം പെയ്ഡ് പ്രൊമോഷനും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതിന് ഒരുപാട് പേർക്ക് 1 തുക ക്യാഷ് അവാർഡായിട്ട് കൊടുക്കാൻ ഞങ്ങൾ സഹായിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയും, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ഓക്സിജൻ മാത്രമല്ല വലിച്ചിട്ടുണ്ട്, ഒരുപാട് ഒരു മിശ്രിതമാണ്, ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് നമ്മൾ നമ്മുടെ ഓരോ ശ്വാസത്തിലും വലിച്ചെടുത്തിട്ട് ഓരോ ശ്വാസത്തിലൂടെയും പുറത്തോട്ട് വിടും. നൈട്രജനും ഓക്സിജനുമാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഏറ്റവും വലിയ 2 ഗ്യാസുകൾ. അതാണ് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പ്രധാന ഘടകമായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഹീലിയവും ഓസോണും ആർഗണും ഹൈഡ്രജനും നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില വാതകങ്ങളാണ്. പക്ഷേ ആ വാതകങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റികളിൽ ഒരുപാട് അളവിൽ കാണാൻ സാധിക്കില്ല. അതായത് ഓക്സിജനും നൈട്രജനെയും പോലെ നൈട്രജൻ ഇപ്പോൾ 78%, കാർബൺ ഡൈ ഓക്സൈഡ് എന്നാൽ 0.004% മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ളപ്പോൾ എന്തായാലും അവരെ ലെസർ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈയിടെയായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വൻതോതിൽ ഉയരുന്നതായി നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിട്ടു. അപ്പോൾ അതാണ് നിലവിൽ ഗ്ലോബൽ വാർമിങ്ങിന് തന്നെ ഏറ്റവും കൂടുതൽ കാരണമായി മാറി. പിന്നെ ഈ ഗ്യാസുകൾ മാത്രമല്ലാണ്, ഒരുപാട് പൊടിപടലങ്ങളും നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ അകത്ത്, അതിൽ വലിയ പൊടിപടലങ്ങൾ നമ്മുടെ മൂക്കിനുള്ളിലുള്ള രോമത്തെ പറ്റിപ്പിടിക്കുകയും അതാണ് നമ്മൾ തുമ്മി പുറത്തോട്ട് കളയുന്നത്. നൈട്രജൻ ആണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഒരു വാതകം, അതാണ് നൈട്രജൻ. പക്ഷേ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഓക്സിജൻ ആണെങ്കിലും രണ്ടാമത് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നൈട്രജൻ എന്ന വാതകമാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ ലങ്സിലോട്ട് അതെടുക്കുകയും അത് നോർമലായിട്ട് എക്സൽ ചെയ്യുകയും ചെയ്യും. മീൻസ് നൈട്രജൻ അത് തെളിവാക്കുന്നത് നൈട്രജൻ ശ്വസിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഹാനികരവും ഉണ്ടാകുന്നതല്ല. പക്ഷേ നമ്മുടെ ഈ പ്ലാന്റുകൾക്ക് നൈട്രജൻ ഇല്ലാതെ പറ്റില്ല. കാരണം ഈ നൈട്രോജീനസ് കാര്യങ്ങളാണ് വളമായിട്ട് നമ്മൾ എല്ലുവളം. നമുക്ക് നൈട്രജൻ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അതുമ്മ വളമായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളതാണ് കാറ്റും ഒരുപാട് ഗ്യാസുകളുടെ ഒരു മിശ്രിതമാണ്. അപ്പോൾ ഈ മിശ്രിതം ശരിക്കും പറഞ്ഞാൽ ചെടികൾക്ക് ഹാനികരമാണ്. കാരണം ചെടികൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ മാത്രമേ ഹീൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ കാറ്റുകളിൽ വെച്ച് അവർ ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ ആർഗൺ കയറിപ്പോവുകയും അത് ചെടികൾക്ക് ദോഷകരമായി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വെള്ളം ഇവരുടെ ഈ ടോക്സിൻസ് റിമൂവ് ചെയ്യാനും ഇവർ ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ
നമ്മുടെ കാറ്റുകളെ നമുക്ക് 3 തരങ്ങളായി തിരിക്കാം. അപ്പോൾ അത് നമ്മൾ വേറൊരു വീഡിയോ പറയുന്നതാണ്. അതിൻ്റെ പാർട്ട് 2 നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ സാധിച്ചതിൽ സന്തോഷം. നന്ദി. അല്ലെങ്കിലും ഒരു കാര്യം ഒന്നും കൂടെ പറയാൻ വിട്ടുപോയി. അതായത് നിങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള കൂടുതൽ കമൻറ്റുകൾ പരമാവധി അയക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ തെറ്റുകളാകട്ടെ ശരികളാകട്ടെ എല്ലാം നിങ്ങൾ കമൻറ്റ് വഴി തെറ്റുകൾ കൂടുതൽ ചൂണ്ടിക്കാണിച്ചയക്കാനും അഭ്യർത്ഥിക്കുന്നത്. അതായത് അങ്ങനെയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ